സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ പോസ്റ്റ് എഴുതിയത് ഒരു ഡോക്ടറാണ്. ഡോക്ടറുടെ ഭർത്താവും കുട്ടിയും തീർത്ഥാടനത്തിന് ശേഷം മടങ്ങിയെത്തിയപ്പോൾ ലഭിച്ച പഞ്ചാമൃതം അയൽക്കാരായ പെന്തക്കോസ്തുകാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ളതാണ് പോസ്റ്റ്. ഡോക്ടർ ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയ പോസ്റ്റ് ഇങ്ങനെയാണ്: വീടിൻ്റെ അയൽവക്കത്ത് ക്രിസ്ത്യൻ ഫാമിലിക്ക് രാവിലെ പളനിയിൽ നിന്ന് കൊണ്ടുവന്ന പഞ്ചാമൃതം കൊടുക്കാൻ പോയി. അവർ വാങ്ങിയില്ല. കാരണമായി പറഞ്ഞത് അവർ ബന്ദിക്കോസ് ആണ്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം അവർ കഴിക്കില്ലെന്ന്. വേദപുസ്തകത്തിലെ 10 കൽപ്പനകളിൽ ഒന്നാണ് ഇതെന്ന്. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് മീതെ വെള്ളത്തിലെങ്കിലും യാതൊന്നിൻ്റെയും പ്രതിമയരുത്. അവയെ നോവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. അവരെനിക്ക് ഈ വിഷയത്തിൽ ഒരു ക്ലാസ് തന്നെ എടുത്തു തന്നു. ഞാൻ തർക്കിക്കാൻ ഒന്നും പോയില്ല. നമ്മൾ എന്തിന് മറ്റുള്ളവരുടെ ആത്മീയവും മതപരവുമായ വിശ്വാസങ്ങളിൽ ഇടപെടണം? പക്ഷേ ഈ കുടുംബം എത്രയോ തവണ അസുഖമായി വന്നപ്പോൾ ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പം ഞാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അവർക്ക് അയിത്തമൊന്നും തോന്നിയില്ലേ? എൻ്റെ ഭർത്താവും മോനും ശബരിമലയിൽ പോയിട്ട് വന്നപ്പോൾ കിട്ടിയ അരവണ പായസവും ഉണ്ണിയപ്പവും എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടാക്കിയ ഈസ്റ്റർ അപ്പം ഞാൻ സന്തോഷത്തോടെ കഴിച്ചിട്ടുണ്ട്. എന്തിന്, മക്കയിലും മദീനയിലും പോയപ്പം മുസ്ലിം സുഹൃത്തുക്കൾ കൊണ്ടുവന്ന സംസം വെള്ളം എൻ്റെ പൂജാമുറിയിലുണ്ട്. ഒരു പ്രസാദം കഴിച്ചെന്ന് കരുതി ഒരാളുടെയും മതസൗഹാർദ്ദമൊന്നും തകരാൻ പോകുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അതുകൊണ്ട് വിഷമം കൊണ്ട് എഴുതിപ്പോയതാണ്. ഇങ്ങനെ അവസാനിക്കുന്നു ഡോക്ടറുടെ ആ പോസ്റ്റ്. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട്. അവ അന്യോന്യം ആർക്കും പ്രയാസകരമാകാതെ ആചരിക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഈ പോസ്റ്റിൽ പറഞ്ഞ പെന്തക്കോസ്തുകാർ ആ ഡോക്ടറോട് എടുത്ത നിലപാട് 100% ശരിയാണ്. അവർ ഇത് കഴിക്കാത്തതിൻ്റെ കാരണം ബൈബിളിനെ മുൻനിർത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് വാങ്ങിവെച്ചിട്ട് കഴിക്കാത്തതിലും എത്രയോ ശരിയാണ് നിരസിച്ചത് എന്ന് കരുതി അവർക്ക് ഡോക്ടറോടും കുടുംബത്തോടും സ്നേഹമില്ലെന്നല്ല. ക്രിസ്ത്യാനികൾ മുഴുവൻ ഈ നിലപാടിൽ നിൽക്കേണ്ടവരാണ്. ഏതായാലും യഥാർത്ഥ പെന്തക്കോസ്തുകാർക്ക് ഒരു നിലപാടേ ഉള്ളൂ. അതാണ് ആ കുടുംബം സ്വീകരിച്ചത്. ഇനി നമുക്ക് ഈ പോസ്റ്റിന് വന്ന ചില കമൻറ്റുകൾ നോക്കാം. സാം തങ്കച്ചൻ എന്ന ഒരാൾ അതിലെഴുതിയിരിക്കുന്ന ഒരു മറുപടി: പ്രിയ ഡോക്ടർ, ബൈബിൾ കൃത്യമായി പറയുന്ന ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ് അവർ അത് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങയുടെ വീട്ടിൽ ഒരാവശ്യം വന്നാൽ അവർ ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിക്കും. സ്നേഹമില്ലാത്തതുകൊണ്ടല്ല മാഡം അവർ അങ്ങനെ ചെയ്തത്. അത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗം മാത്രമാണ്. അജയ്കുമാർ കാർത്തികേയൻ എന്ന ഒരാൾ അതിനിടയിൽ TPM കുറിച്ച് ഒരഭിപ്രായം പറയുന്നത് കണ്ടു. ദി പെന്റിക്കോസ്റ്റൽ മിഷൻ എന്ന ക്രിസ്ത്യൻ വിഭാഗം ഒരു സാധാരണ ക്രിസ്ത്യൻ വിഭാഗമല്ല. ക്രിസ്മസ് പോലും അവർ ആഘോഷിക്കാറില്ല. വെറിക്കൂത്തുകൾ, സിനിമ, TV പ്രോഗ്രാം എല്ലാം അവർക്ക് നിഷിദ്ധമാണ്. ഫാഷൻ വസ്ത്രം, ആഭരണങ്ങൾ, ഉത്സവം കാണൽ ഇതൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്നും ജാതികളോട് ഇണയില്ലാ പിണ സൗഹൃദം കൂടരുത് എന്നും അങ്ങനെയുള്ള സൗഹൃദം നിങ്ങളുടെ വിശ്വാസം നശിപ്പിക്കുമെന്നവർ ഉദ്ബോധിപ്പിക്കുന്നു. കൂടാതെ മദ്യം, പുകയില, ഇമ്മോറൽ ആക്ടിവിറ്റീസ് കർശനമായി വിലക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്കൊരു പെന്തക്കോസ്തുകാരനെ തിരിച്ചറിയാൻ സാധിക്കും. അത്രയ്ക്കും ഒരു ക്രിസ്റ്റൽ ക്ലിയർ ലൈഫാണ് അവർ നയിക്കുന്നത്. വല്ല ആക്സിഡൻറ്റുകളോ മറ്റോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർ മെഡിസിൻ ഉപയോഗിക്കാറ്. അയിത്തമായി കരുതണ്ട, അതൊരു തരം വേ ഓഫ് ലൈഫായി കണ്ടാൽ മതി. ഇങ്ങനെയും ചില സാധുജീവികൾ നമുക്കിടയിലുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുന്നതിനും വിലക്കുണ്ട്. അതാണ് ദി പെന്തക്കോസ്ത് മിഷൻകാർ, TPMകാർ മാത്രമല്ല, മെയിൻ സ്ട്രീം പെന്തക്കോസ് സഭാവിഭാഗങ്ങളിലെ ഭൂരിഭാഗം പേരും ഇത്തരം കാര്യങ്ങളൊക്കെ അവലംബിക്കുന്നവർ തന്നെയാണ്. സോജി GB എന്ന ഒരാൾ ഇതിൽ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് വായിക്കാം. എല്ലാവർക്കും അവരവരുടെ വിശ്വാസമാണ് വലുത്. നിങ്ങൾ തന്നെ പോസ്റ്റിൽ പറയുന്നു മുൻപ് അവർക്ക് ചെയ്ത സഹായങ്ങൾ ഓരോന്നും അവർ കൈപ്പറ്റിയെന്ന്. അത് തന്നെ നല്ല കാര്യം. അല്ലാതെ അപ്പോഴും അവർ നിങ്ങളോട് ഹിന്ദു ആയതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. അവരുടെ വിശ്വാസമനുസരിച്ച് വിഗ്രഹാർപ്പിതം പാപമാണ്. അതവർ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു.
കൊടുത്തത് നിരസിച്ചു. നല്ല കാര്യം. വാങ്ങിയിട്ടവർ ആരും അറിയാതെ ഭക്ഷണം വലിച്ചെറിഞ്ഞില്ലല്ലോ. അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദത്തിന് പകരം താങ്കളുടെ വീട്ടിലുണ്ടാക്കിയ കുറച്ച് പായസം അവർക്ക് കൊടുത്തു നോക്ക്. അവർ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. ഓർക്കുക, പെന്തക്കോസ്ത് വിശ്വാസികൾ മാത്രമല്ല, ഒട്ടുമിക്ക പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻസും നേർച്ച, വിഗ്രഹാർപ്പിതം, മരണാനന്തര ഓർമ്മ എന്നിവ ഒന്നും അവരുടെ വിശ്വാസത്തിലില്ല. അത് മനസ്സിലാക്കി അംഗീകരിക്കുക. സുനിൽ പനച്ചിക്കാട് എന്നയാൾ എഴുതിയിരിക്കുന്ന കമൻറ്റ്: ബൈബിളിൽ പറഞ്ഞത് പ്രകാരം ഒരു രീതിയിലും വിഗ്രഹത്തിന് വെച്ചത് കഴിക്കാൻ ബൈബിൾ വിശ്വസിക്കുന്ന ഒരാൾക്കും കഴിയില്ല. അത് പ്രമാണമാണ്. താങ്കൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ മറ്റൊരു ദേവന് നൽകിയ നിവേദ്യം കഴിക്കാൻ ഞങ്ങൾക്ക് പ്രമാണമില്ല. അത് മറ്റു മതങ്ങളെ അവിശ്വസിക്കുന്നത് കൊണ്ടല്ല, പ്രമാണമായതുകൊണ്ടാണ്. അതിന് ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. താങ്കൾ ബൈബിൾ ആവർത്തന പുസ്തകം 6, 7, 8, 9 അധ്യായം വായിച്ചാൽ മനസ്സിലാകും. സുനിൽ ബോസ് എന്നയാളുടെ ഒരു അനുഭവമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ സഹപാഠിയുടെ വിരലിൽ കിടന്ന നവരത്ന കല്ല് പതിച്ച മോതിരം ഒന്ന് കാണാൻ വേണ്ടി പിടിച്ചപ്പോൾ, അയ്യോ തുടരുത്, അന്യജാതിക്കാർ തൊട്ടാൽ ഇതിൻ്റെ ശക്തി പോകും എന്ന് അവൾ പറഞ്ഞു. അവൾ നായരും ഞാൻ പെന്തക്കോസ്തുമാണ്. സൂരജ് എന്നയാൾ ഇങ്ങനെ എഴുതുന്നു: ആരെങ്കിലും പറയുന്ന പോലെ ജീവിക്കാൻ ആണെങ്കിൽ അവർ പെന്തക്കോസ്താകേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട്. നിങ്ങൾ മരുന്ന് കൊടുത്താൽ അവർ കഴിക്കും. കാരണം മരുന്ന് ദൈവത്തിന് സമർപ്പിച്ച സാധനമല്ല. നിങ്ങൾ പഞ്ചാമൃതത്തിന് പകരം സേമിയ പായസം കൊടുത്താൽ അവർ കുടിക്കും. കാരണം അതിൽ മതമില്ല. അയിത്തം നിങ്ങളോടല്ല, അവരുടേതല്ലാത്ത ദൈവത്തിന് സമർപ്പിച്ച വസ്തുക്കളോടാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം കൂടി വേണം. ഹൈന്ദവ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് ഇത്തരം നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്തും ആവാം. പൂജാമുറിയിൽ സംസം വെള്ളം വെക്കാം, ഈസ്റ്റർ അപ്പം കഴിക്കാം. പക്ഷേ ബാക്കിയുള്ളവർ അതുപോലെ ആകണം എന്ന് ചിന്തിക്കുന്നതാണ് മതേതരത്വ വിരുദ്ധ കാഴ്ചപ്പാട്. റോസ് കുര്യൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്: അയിത്തം വേറെ, വിഗ്രഹാർപ്പിതം വേറെ. ഡോക്ടറെ കാണുന്നതും മരുന്ന് വാങ്ങുന്നതും വിലക്കിയിട്ടില്ല. എനിക്ക് പീരിയഡ് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങാതെ അവിടെ വെച്ചേക്കൂ എന്ന് പറഞ്ഞ വെജിറ്റബിൾ കടക്കാരിയെ ഓർക്കുന്നു. ആ ക്യാഷ് എങ്ങനെ അവരുടെ പെട്ടിയിലോട്ട് കയറുമെന്ന് പോയ വഴിയെല്ലാം ഞാൻ ചിന്തിച്ചു. ഇതൊരു തരം അയിത്തം. ഞാനും ഒന്നും ചോദ്യം ചെയ്യാൻ പോയില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുമില്ല. അവരുടെ താല്പര്യം, എൻ്റെ ഇഷ്ടം. ജോസഫ് എന്നയാൾ എഴുതിയ കമൻ്റാണ്: വിശുദ്ധ ബൈബിളിൻ്റെ പ്രമാണം അനുസരിച്ച് വിശേഷാൽ പുതിയ നിയമഭാഗത്ത് വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തത്തോടുകൂടെ പരസംഗം ഇവ വർജിക്കണമെന്ന് കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് മറ്റേത് നിലയിലും ഏതൊരു വ്യക്തിയുമായിട്ടും നമുക്ക് ബന്ധം സ്ഥാപിക്കാം. ഈ 4 വിഷയമൊഴികെ, ഉദാഹരണത്തിന് ശബരിമലയ്ക്ക് പോകാനിരിക്കുന്ന ഒരാളുടെ വീട്ടിൽ പോത്തിറച്ചിയുമായി പോകാൻ പാടില്ലല്ലോ. അതിൽ അവർ വർജിച്ചിരിക്കുകയാണ്. മുസ്ലിംസിൻ്റെ വീട്ടിൽ പന്നിയിറച്ചിയുമായും പോകാൻ പാടില്ല എന്നതുപോലെ ബൈബിൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന പെന്തക്കോസ്തുകാർ ഈ 4 കാര്യങ്ങൾ വർജിക്കുന്നവരാണ്. ആ കാര്യം മാത്രം മനസ്സിലാക്കി സ്നേഹിക്കുക. ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ പങ്കിടുക. തോമസ് ജോർജ് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു: ബൈബിൾ പറയുന്ന കൽപ്പനകൾ, പ്രമാണങ്ങൾ കുറേയെങ്കിലും അനുസരിക്കുന്നവരാണ് പെന്തക്കോസ്ത് വിഭാഗം. അതുകൊണ്ട് വ്യക്തമായി പറഞ്ഞു തന്നു. അതിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് മതസൗഹാർദ്ദത. എന്നാൽ പ്രമാണത്തിൽ പിശക് കണ്ടാൽ അത് പറയുകയും ചെയ്യാം. സിംലാസ് എന്നയാളുടെ അഭിപ്രായമാണ്: ഡോക്ടർ, താങ്കളുടെ പോസ്റ്റിൽ തന്നെ അതിനുള്ള മറുപടിയുണ്ട്. ഞാനൊരു പെന്തിക്കോസ്ത് സഭാംഗമാണ്, ബന്തിക്കോസ് അല്ല. താങ്കൾക്ക് താങ്കളുടെ വിശ്വാസം ശരിയാണ്. അതുപോലെ എനിക്ക് വിഗ്രഹാർപ്പിതം കഴിക്കുവാൻ പാടില്ല ദൈവവചനപ്രകാരം. താങ്കൾക്കത് പ്രസാദമായിരിക്കും, നല്ലത്. പക്ഷെ ഞാൻ താങ്കളെയോ താങ്കൾ എന്നെയോ അവരവരുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല. തീർച്ചയായും താങ്കൾ സ്നേഹത്തോടു കൂടിയായിരിക്കും ആ പ്രസാദം നീട്ടിയത്. അതേസമയം അത് ആ കുടുംബത്തിൻ്റെ വ്യക്തിയുടെയോ വിശ്വാസത്തിനെതിരാണെങ്കിൽ അത് വിട്ടുകളയുക. താങ്കളുടെ വിഷമം അത് സ്വാഭാവികമാണ്. ക്ഷമിക്കുക, അന്യോന്യം സ്നേഹത്തോടെ തുടരുക. ഇത് എൻ്റെ അഭിപ്രായം. ഷിൻസി ജിനോയ് ഇങ്ങനെ എഴുതുന്നു: വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനോ, ഓരോ മതത്തിനും ആ മതത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. അരവണ പായസം കഴിക്കുന്ന ക്രിസ്ത്യൻസുണ്ട്, കഴിക്കാത്തവരുമുണ്ട്. അതവർ വേണ്ട എന്ന് പറയുമ്പോൾ അതിനെ നെഗറ്റീവായി എടുക്കാതെ പോസിറ്റീവായി എടുത്ത് എപ്പോഴും സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. നിങ്ങൾ കൊടുത്ത മറ്റു കാര്യങ്ങൾ അവർ നിരസിച്ചില്ലല്ലോ. അപ്പോൾ അതുതന്നെ അവർക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ നിങ്ങളോട് എതിർപ്പില്ല എന്ന് തന്നെയാണ്.
നല്ല സൗഹൃദങ്ങൾ, നല്ല അയൽക്കാർ, ഇതെല്ലാം കിട്ടാൻ അത്ര എളുപ്പമല്ല. ഈ ഒരു കാര്യം വളരെ നിസ്സാരമായി എടുത്ത് സൗഹൃദം കളയാതെ സൂക്ഷിക്കാൻ കഴിയണം. ജീമോൾ അശ്വിൻ എന്നയാളുടെ കമൻ്റാണ് അടുത്തത്. അതൊരു പ്രസാദമാണ്, ഒരു ദൈവത്തിന് വേണ്ടി പൂജിച്ചു പ്രസാദമായി അർപ്പിച്ചത്. അത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. എന്നാൽ അവർ പറഞ്ഞത് അവരുടെ വിശ്വാസമനുസരിച്ച് അന്യ ദൈവത്തിന് പൂജിച്ച ഒന്നും അവർ കഴിക്കില്ല എന്നാണ്. അതിലെന്താണ് തെറ്റ്? നിങ്ങൾ അന്യദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞ് അവർ നിങ്ങളെ അകറ്റി നിർത്തുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് തെറ്റാണ്. ബൈബിളിൽ എഴുതിയ എല്ലാം അതുപോലെ ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനികളും ഈ ലോകത്തുണ്ടാവില്ല. അത് പോസിബിളുമല്ല. എന്നാൽ ഇതെല്ലാം വളരെ സുതാര്യമായ ഏതൊരു മനുഷ്യനും ചെയ്തു പോരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതുകൊണ്ട് അവർ മാന്യമായി അത് നിങ്ങളോട് പറഞ്ഞ് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്കത് വിശദീകരിച്ചു തന്നത്. അല്ലെങ്കിൽ നിങ്ങളെ മുഷിപ്പിക്കേണ്ട എന്ന് കരുതി അത് വാങ്ങി വെച്ച് പിന്നീട് എടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നല്ലോ അവർക്ക്. ഒരു മനുഷ്യൻ്റെ വിശ്വാസങ്ങളെ പ്രതിയുള്ള ഇങ്ങനത്തെ പോസ്റ്റുകൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. വിശുദ്ധ തിരുവത്താഴം കഴിക്കുന്ന ആരും ഇത് കഴിക്കില്ല. അത് ആരോടും വെറുപ്പുണ്ടായിട്ടല്ല, വേർപാടെന്നൊരു വസ്തുത ഉള്ളതുകൊണ്ടാണ്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നല്ല ശമരിയാക്കാരനായ യേശു എല്ലാവരെയും സ്നേഹിപ്പാനും സഹായിപ്പാനും എല്ലാം ക്ഷമിപ്പാനും സഹിപ്പാനും പഠിപ്പിച്ചതിനോടൊപ്പം എല്ലാത്തിൽ നിന്നും ഒരു വേർപാട് വേണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ മുറിയപ്പെട്ട ശരീരവും അതിലൂടെ ഒഴുകിയ രക്തവും ആ മഹത്വത്തെ ഓർത്ത് കഴിയുന്നവരാരും അങ്ങനെയൊന്നും കഴിക്കില്ല. പ്രീത സുബിൻ എഴുതിയ കമൻ്റാണ് ഇത്. ഡോക്ടറുടെ പോസ്റ്റിനുള്ള ഉത്തരം ഈ കമൻറ്റുകൾ തന്നെയാണ്. വീണ്ടും പുതിയൊരു വിഷയവുമായി കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.